ഇന്ത്യയിലിപ്പോ ഏകദേശം ഒരു 70,000 ആശുപത്രികളുണ്ടെന്നാണ് കണക്ക്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതേ ഇന്ത്യയില് 20 ലക്ഷത്തിലധികം ക്ഷേത്രങ്ങളുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്തൊരു വലിയ അന്തരമാണത്. ശരിക്കും വളരെ വലിയൊരു നമ്പറാണത്. അല്ലേ? നമ്മളിപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ, അതായത് WHO-യുടെ ഒരു നിർവചനം എടുത്താൽ, ആരോഗ്യമെന്ന് പറയുന്നത് വെറുതെ ശരീരത്തിന് അസുഖമില്ലാതിരിക്കുക എന്നത് മാത്രമല്ല. അത് ശരീരവും മനസ്സും ഒപ്പം നമ്മുടെ ആത്മാവും ചേർന്നുള്ള ഒരു പൂർണ്ണതയാണ് എന്നാണ് അവർ പറയുന്നത്. അതെ, തീർച്ചയായും. അപ്പോൾ ഈ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ഈ 20 ലക്ഷം ക്ഷേത്രങ്ങളെ നമുക്ക് വെറും ആരാധനാലയങ്ങൾ എന്നതിലുപരി നമ്മുടെ മനസ്സിന്റെ ആശുപത്രികളായി കണക്കാക്കിക്കൂടെ? ഈ ഒരു ഗഹനമായ അന്വേഷണത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഭഗവത്ഗീതയെക്കുറിച്ച് ഗൗരാംഗദാസും ഗുഞ്ചൻ ഷൗട്ട്സും തമ്മിൽ നടന്ന യൂട്യൂബ് സംഭാഷണമാണ് ഇന്ന് നമ്മുടെ സ്രോതസ്സ്. ഗീതയെ അലമാരയിൽ വെച്ച് പൂജിക്കാനുള്ള ഒരു പുസ്തകമായിട്ടല്ല അവർ കാണുന്നത്. മറിച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഇപ്പം നമുക്കുണ്ടാവുന്ന സമ്മർദ്ദങ്ങൾക്കും ഉത്കണ്ഠകൾക്കും ഭയത്തിനുമൊക്കെയുള്ള ഒരു കൃത്യമായ മരുന്ന് ആയിട്ടാണ്. അതേ, ഒരു ഉഗ്രൻ മരുന്ന്. അത് വളരെ കൃത്യമായ ഒരു നിരീക്ഷണമാണ്. ഒരു ഡോക്ടറുടെ കുറിപ്പടി പോലെ ഉപയോഗിക്കേണ്ട ഒന്ന്. നമ്മളിപ്പോൾ മനുഷ്യജീവിതത്തിന്റെ ചില അടിസ്ഥാന ആവശ്യങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. നമുക്ക് വിശക്കും, നമ്മൾ ഭക്ഷണം കഴിക്കും. നമുക്ക് ഉറക്കം വരും, നമ്മൾ ഉറങ്ങും. പക്ഷേ ഇതിനൊക്കെ ഒരു കൃത്യമായ സമയപരിധി ഉണ്ടല്ലോ. അതെ, വയറ് നിറഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അത്രയുള്ളൂ. എത്ര ക്ഷീണമുള്ള ആളായാലും 24 മണിക്കൂറും തുടർച്ചയായി ഉറങ്ങാനും സാധിക്കില്ല. എന്നാൽ ഒരു മനുഷ്യനെ യാതൊരു പരിധിയുമില്ലാതെ എപ്പോഴും വേട്ടയാടാൻ കഴിയുന്ന ഒരേയൊരു വികാരം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഭയമാണല്ലേ? കൃത്യമായി പറഞ്ഞാൽ ഭയം. നാളെ എന്ത് സംഭവിക്കും? എന്റെ ജോലി പോകുമോ? അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? എന്നൊക്കെയുള്ള നിരന്തരമായ അരക്ഷിതാവസ്ഥ. ഈ ഒരു വലിയ ഭയത്തെ എങ്ങനെ പ്രായോഗികമായി നേരിടാം എന്നതാണ് നമ്മൾ ഇന്ന് ഈ ആഴത്തിലുള്ള പഠനത്തിലൂടെ അന്വേഷിക്കുന്നത്. എനിക്കിതിലൊരു സംശയമുണ്ട്. ഈ ഭയത്തിന്റെ അടിസ്ഥാന കാരണം ശരിക്കും എന്താണ്? നമ്മൾ പൊതുവെ ഇരുട്ടിനെയോ അല്ലെങ്കിൽ രോഗങ്ങളെയോ ഒക്കെയാണ് ഭയപ്പെടുന്നത് എന്ന് തോന്നാം. പക്ഷെ സ്രോതസ്സുകൾ പറയുന്നത് അതല്ലല്ലോ. അല്ല, അവർ പറയുന്നത് മാറ്റങ്ങളോടുള്ള ഭയമാണ് യഥാർത്ഥ പ്രശ്നമെന്നാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഐഡന്റിറ്റിയിൽ, അതായത് നമ്മുടെ വ്യക്തിത്വത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ. അതായത് നമ്മൾ കെട്ടുന്ന വേഷങ്ങൾ. ഇപ്പോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ നിങ്ങൾ എത്ര വേഷങ്ങളാണ് ഒരേ സമയം കൊണ്ടു നടക്കുന്നത്? ഈ സംഭാഷണത്തിൽ പ്രധാനമായും 8 തരത്തിലുള്ള ഐഡന്റിറ്റികളെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ശരീരം, പങ്കാളി, കുട്ടികൾ, വീട്, വാഹനം, പണം, സമൂഹത്തിൽ നമുക്കുള്ള വില, പിന്നെ നമ്മുടെ കരിയർ. ശരിയാണ്, 8 ഐഡന്റിറ്റികൾ. ഇവയെല്ലാം ഒരേ സമയം കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് ഇപ്പോ ഒരു സർക്കസുകാരൻ വിരലുകളിൽ 8 പന്തുകൾ വെച്ച് ഒരേ സമയം അമ്മാനമാടുന്നതിന് തുല്യമല്ലേ? ഇതിനിടയിൽ ഏതെങ്കിലും ഒരു പന്ത് താഴെ വീണാൽ നമ്മുടെ ആകെ ബാലൻസ് പോകും. നമ്മളീയിടെ കേട്ടു, ഇൻസ്റ്റാഗ്രാമിൽ 1 മില്യൺ ഫോളോവേഴ്സിനെ കിട്ടാത്തതിന്റെ പേരിൽ ഒരു പെൺകുട്ടി ജീവനൊടുക്കിയത്. വളരെ സങ്കടകരമായൊരു വാർത്തയായിരുന്നു അത്. അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ താങ്ങാനാവാതെ കഫേ കോഫി ഡേയുടെ സ്ഥാപകൻ ആത്മഹത്യ ചെയ്തതും നമ്മൾ കണ്ടു. ഇവിടെയൊക്കെ ശരിക്കും നഷ്ടപ്പെട്ടത് പണമോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ലൈക്കുകളോ ആയിരുന്നില്ലല്ലോ. ഒരിക്കലുമല്ല. അവിടെ തകർന്നത് അവരുടെ ആന്തരികമായ ഐഡന്റിറ്റിയാണ്. അതായത്, ഞാൻ വലിയ സമ്പന്നനാണ്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര പ്രശസ്തനാണ് എന്നൊക്കെയുള്ള ആ ഒരു ചിന്ത. ആ വ്യക്തിത്വം തകരുമ്പോൾ പെട്ടെന്ന് വലിയൊരു ശൂന്യത വരും. അതിനെ അഭിമുഖീകരിക്കാനുള്ള ഭയമാണ് അവരെ അത്തരം കടുത്ത തീരുമാനങ്ങളിലേക്ക് നയിക്കുന്നത്. അതെ, ആ ശൂന്യത താങ്ങാൻ അവർക്ക് കഴിഞ്ഞില്ല. കാര്യം എന്താന്ന് വെച്ചാൽ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനൻ നേരിട്ടതും ഇതേ പ്രശ്നമാണ്. മരണത്തോടുള്ള ഭയമായിരുന്നില്ല അത്, മറിച്ച് സമാനമായ ഒരു വലിയ ഐഡന്റിറ്റി ക്രൈസിസ് ആയിരുന്നു. അർജുനനോ? ലോകത്തിലെ ഏറ്റവും വലിയ പോരാളിയായ അർജുനന് ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടായെന്നോ? അതെ, അതൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. അർജുനൻ അവിടെ വെറുമൊരു പോരാളി മാത്രമല്ലല്ലോ. ദുര്യോധനനെ മുന്നിൽ കാണുമ്പോൾ അർജുനനിലെ പോരാളി ഉണരും. കാരണം ദുര്യോധനൻ ശത്രുവാണ്. എന്നാൽ തൊട്ടടുത്ത് നിൽക്കുന്ന ഭീഷ്മരെ കാണുമ്പോഴോ? ഞാനൊരു കൊച്ചുമകനാണെന്ന ചിന്ത വരും. സ്വന്തം മുത്തച്ഛനെതിരെ എങ്ങനെ അമ്പെയ്യുമെന്ന് തോന്നും. കൃത്യം. ഇനി ദ്രോണാചാര്യരെ കാണുമ്പോഴോ താൻ ഒരു ശിഷ്യനാണെന്ന ഐഡന്റിറ്റി വരും. ഈ പോരാളി, കൊച്ചുമകൻ, ശിഷ്യൻ എന്നീ 3 വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള ആന്തരിക സംഘർഷമാണ് ശരിക്കും അർജുനനെ തളർത്തിയത്, അല്ലാതെ യുദ്ധം ചെയ്യാൻ പേടിച്ചിട്ടല്ല.
ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിരുന്നില്ല. സ്വന്തം മനസ്സിലെ വേഷങ്ങൾ തമ്മിലുള്ള യുദ്ധം. അതെ, ഇതിനൊരു പരിഹാരമായിട്ടാണ് ഈ 8 ഭൗതിക ഐഡന്റിറ്റികൾക്കുമപ്പുറം 9ാമതായി ഒരിക്കലും മാറാത്ത ഒരു ഐഡന്റിറ്റി കൂടി ഉണ്ടെന്ന് ഗീത ഓർമ്മിപ്പിക്കുന്നത്. അതാണ് ആത്മാവ്. ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഭൗതിക വ്യക്തിത്വങ്ങളിൽ നിന്നും മാറാത്ത ആത്മീയ വ്യക്തിത്വത്തിലേക്കുള്ള തിരിച്ചറിവാണ് ഭയത്തെ വേരോടെ ഇല്ലാതാക്കുന്നത്. അതൊരു വലിയ തിരിച്ചറിവാണ്. പക്ഷെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ആന്തരിക സംഘർഷങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും? ഈ ക്രൈസിസിൽ നിന്ന് പുറത്തു കടക്കാൻ എന്തെങ്കിലും പ്രായോഗികമായ വഴികൾ ഇതിൽ പറയുന്നുണ്ടോ? തീർച്ചയായുമുണ്ട്. ജീവിത വിജയത്തിലേക്ക് ഗീത മുന്നോട്ട് വയ്ക്കുന്ന 5 സുപ്രധാന ഘടകങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട്. നമുക്കതിനെ ഇംഗ്ലീഷ് അക്ഷരമായ വിയിൽ തുടങ്ങുന്ന 5 പടവുകളായി ഓർക്കാം. 5 V's. 5 V's. ഓക്കെ, ഏതൊക്കെയാണെന്ന്? ഒന്നാമത്തേത് വിനയം, അതായത് ഹ്യൂമിലിറ്റി. ഞാനല്ല ഈ ലോകത്തിന്റെ കേന്ദ്രം എന്ന തിരിച്ചറിവ്. രണ്ടാമത്തേത് വൈരാഗ്യം, ഡിറ്റാച്ച്മെന്റ്. മൂന്നാമത്തേത് വിവേകം, അതായത് എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി. നാലാമത്തേത് വിശ്വാസം, അതായത് കോൺഫിഡൻസ്. അവസാനത്തേത് ഇതിൽ നിന്നെല്ലാം ഉരുത്തിരിയുന്ന വിജയം. ഒരു നിമിഷം, നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം. കേൾക്കാൻ വളരെ എളുപ്പമാണെങ്കിലും ഇതൊക്കെ എങ്ങനെ പ്രാക്ടിക്കലാക്കും എന്നൊരു സംശയമുണ്ട്. ഇതിൽ രണ്ടാമത്തെ പടിയായി താങ്കൾ പറഞ്ഞത് വൈരാഗ്യം എന്നാണല്ലോ. ഈ വൈരാഗ്യം എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് വീടും കാറും പണവുമെല്ലാം ഉപേക്ഷിച്ച് കാവ്യൊടുത്ത് ഹിമാലയത്തിലേക്ക് പോകുന്ന ഒരു സന്യാസിയാണ്. ഇപ്പോൾ എല്ലാം ഉപേക്ഷിക്കുന്നതാണോ ഈ പറയുന്ന വൈരാഗ്യം? അല്ലല്ല, അവിടെയാണ് നമ്മൾ ആ വാക്കിന്റെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കേണ്ടത്. കാട്ടിലേക്ക് പോകുന്നതല്ല ഗീത പറയുന്ന വൈരാഗ്യം. വസ്തുക്കളെയോ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികളെയോ ഉപേക്ഷിക്കുന്നതിലല്ല കാര്യം. മറിച്ച് നമ്മുടെ സ്വന്തം അഭിപ്രായങ്ങളും മുൻവിധികളും പിടിവാശികളും മാറ്റാൻ തയ്യാറാകുന്നതാണ് യഥാർത്ഥ വൈരാഗ്യം. അതായത് എന്റെ ഒപ്പീനിയൻ ഉപേക്ഷിക്കുക. അതെ, എന്റെ അഭിപ്രായമാണ് എപ്പോഴും ശരി, ഞാൻ പറയുന്നതേ നടക്കാവും എന്ന ആ അഹങ്കാരം ഉപേക്ഷിക്കുക. മറ്റുള്ളവരെ എപ്പോഴും മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം സ്വന്തം ചിന്താഗതിയിൽ മാറ്റം വരുത്താൻ തയ്യാറാകുന്നതാണ് ഏറ്റവും വലിയ ഡിറ്റാച്ച്മെന്റ്. എനിക്കതിനോട് പൂർണ്ണമായി യോജിക്കാൻ കഴിയുന്നില്ല. അതൊരു വിചിത്രമായ വാദമല്ലേ? ഇപ്പോ എന്റെ അഭിപ്രായം ഞാൻ എപ്പോഴും മാറ്റിക്കൊടുത്താൽ ആളുകൾ എന്നെ ഒരു കോമാളിയായി കാണില്ലേ? എനിക്ക് സ്വന്തമായൊരു വ്യക്തിത്വമില്ലേ എന്നവർ ചോദിക്കില്ലേ? ചുരുക്കത്തിൽ ഞാൻ വെറുമൊരു ദുർബലനായി മാറില്ലേ? വളരെ നല്ലൊരു ചോദ്യമാണത്. അഭിപ്രായം ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ സ്വന്തമായി നിലപാടില്ലാത്ത ഒരാളാകുക എന്നല്ല അർത്ഥമാക്കുന്നത്. അവിടെയാണ് ഈഗോയും യഥാർത്ഥ സത്യവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും നമ്മളൊരു കാര്യത്തിൽ വാശി പിടിക്കുന്നത് അത് ശരിയായതുകൊണ്ടല്ല, അത് എന്റെ അഭിപ്രായമായതുകൊണ്ടാണ്. അവിടെ സംസാരിക്കുന്നത് നമ്മുടെ ഈഗോയാണ്. ആ ഈഗോ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരാളുടെ അഭിപ്രായം നമ്മുടേതിനേക്കാൾ നല്ലതാണെങ്കിൽ അത് അംഗീകരിക്കാനുള്ളൊരു വിശാലതയുണ്ടല്ലോ, അതാണ് യഥാർത്ഥ കരുത്ത്. അത് ആത്മവിശ്വാസത്തിന്റെ ലക്ഷണമാണ്. ഓക്കെ, അതായത് ഈഗോ ഇല്ലാതാകുമ്പോൾ എന്റെ ബുദ്ധിക്ക് കൂടുതൽ വ്യക്തത കിട്ടും. അതാണ് മൂന്നാമത്തെ പടിയായ വിവേകം, അല്ലേ? എന്താണ് എന്റെ കൺട്രോളിലുള്ളത്, എന്നാണല്ലാത്തത് എന്നെനിക്ക് കൃത്യമായി മനസ്സിലാകും. ഇത് സമ്മതിക്കാം. പക്ഷെ നാലാമതായി പറഞ്ഞത് വിശ്വാസം എന്നാണല്ലോ. ഈ വിവേകവും ആത്മവിശ്വാസവും തമ്മിൽ എന്താണ് ബന്ധം? വിവേകമുണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിലെ ആശയക്കുഴപ്പങ്ങൾ മാറും. ഇവിടെ സ്രോതസ്സുകൾ മറ്റൊരു രസകരമായ കാര്യം പറയുന്നുണ്ട്. വിശ്വാസം എന്ന വാക്ക് നമ്മുടെ ശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഭയങ്കരമായി ദേഷ്യപ്പെടുമ്പോഴോ ഉത്കണ്ഠ വരുമ്പോഴോ നമ്മുടെ ശ്വാസോച്ഛ്വാസം വളരെ വേഗത്തിലാകും. അതെ, ശ്വാസം മുട്ടുന്ന പോലെ തോന്നും. എന്നാൽ മനസ്സ് ശാന്തമായിരിക്കുമ്പോൾ ശ്വാസവും ശാന്തമായിരിക്കും. വിവേകത്തിലൂടെ യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകുന്നു. അപ്പോൾ ശ്വാസം കൃത്യമാകുന്നു. ആ ഒരു ശാരീരിക മാനസിക സന്തുലിതാവസ്ഥയാണ് നമുക്ക് യഥാർത്ഥ ആത്മവിശ്വാസം നൽകുന്നത്. അതിലൂടെ നമ്മൾ വിജയത്തിലെത്തുന്നു. അതിമനോഹരം. അപ്പോ നമ്മൾ നമ്മുടെ ചിന്തകളെയും വാശികളെയും നിയന്ത്രിക്കാൻ പഠിച്ചു, കാര്യങ്ങളെ വിവേകത്തോടെ കാണാൻ തുടങ്ങി. ഇവിടെ എനിക്കൊരു വലിയ സംശയമുണ്ട്. ഇന്നത്തെ തലമുറയുടെ ഇടയിൽ, പ്രത്യേകിച്ച് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒന്നാണ് മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈയിടെയായി അതൊരു വലിയ ട്രെൻഡാണല്ലോ. അതെ, എനിക്ക് നല്ലത് മാത്രമേ സംഭവിക്കൂ, എനിക്ക് ആ വലിയ ജോലി കിട്ടും
എന്നൊക്കെ നിരന്തരം വിശ്വസിക്കുന്ന രീതി, നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കാനേ പാടില്ലെന്നാണ് ഇവർ പറയുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് മാത്രമേ സംഭവിക്കൂ എന്ന് സ്വയം വിശ്വസിപ്പിച്ച് നമ്മൾ നമ്മുടെ തലച്ചോറിനെ കബളിപ്പിക്കുകയല്ലേ ശരിക്കും. എല്ലാം നല്ലതേ നടക്കൂ എന്ന് മാത്രം ചിന്തിക്കുന്ന ഈ മാനിഫെസ്റ്റേഷൻ ഗീത പറയുന്ന യാഥാർത്ഥ്യബോധത്തിന് തികച്ചും വിപരീതമല്ലേ? ഇതൊരു വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഇന്നത്തെ കാലത്തെ ഈ ടോക്സിക് പോസിറ്റിവിറ്റി പലപ്പോഴും വലിയ ഡിപ്രഷനിലേക്കാണ് ആളുകളെ നയിക്കുന്നത്. അവിടെയാണ് ഗീത പറയുന്ന ദ്വന്ദ്വ സഹിഷ്ണുത എന്ന ആശയത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത്, ജീവിതം ഒരു നാണയം പോലെയാണ്, അതിന് 2 വശങ്ങളുണ്ട്. നമ്മളൊരു പുതിയ കാര്യം തുടങ്ങുമ്പോൾ അവിടെ 50% സന്തോഷത്തിനും അതേസമയം 50% വേദനയ്ക്കും സാധ്യതയുണ്ട്. ഇതാണ് പ്രകൃതി നിയമം. അതായത്, ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ ലാഭം മാത്രം കിട്ടണം എന്ന് വാശി പിടിക്കണത് മണ്ടത്തരമാണല്ലേ? അതെ, എനിക്ക് സന്തോഷം മാത്രമേ ലഭിക്കൂ എന്ന് വാശി പിടിക്കുന്നതാണ് സങ്കടത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. നമ്മൾ നല്ലത് മാത്രം മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അപ്രതീക്ഷിതമായ ചെറിയൊരു തിരിച്ചടി ഉണ്ടായാൽ പോലും നമ്മൾ പൂർണ്ണമായും തകർന്നുപോകും. ഇതൊരു ബോക്സിംഗ് റിങ്ങിൽ ഇറങ്ങുന്നതുപോലെയാണ്. ബോക്സിംഗ് റിങ്? ഒരു ബോക്സർ റിങ്ങിലേക്ക് ഇറങ്ങുന്നത് തന്നെ തനിക്കെതിരാളിയുടെ ഇടി കിട്ടുമെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ്. അല്ലാതെ ഞാൻ മാത്രമേ ഇടിക്കൂ, എനിക്ക് വേദനിക്കേയില്ല എന്ന് വിശ്വസിച്ചല്ല. ഇടി കിട്ടുമെന്ന് മുൻകൂട്ടി പ്രതീക്ഷിക്കുന്നതുകൊണ്ട് ആ വേദനയെ നേരിടാൻ അവന് സാധിക്കുന്നു. ബോക്സിംഗ് റിംഗ് ഉദാഹരണം വളരെ കൃത്യമാണ്. വേദന പ്രതീക്ഷിച്ചിരുന്നാൽ പിന്നത് താങ്ങാൻ എളുപ്പമായിരിക്കും. ഇതിന് മഹാഭാരതത്തിൽ നിന്നോ മറ്റോ എന്തെങ്കിലും ഉദാഹരണങ്ങൾ അവർ പറയുന്നുണ്ടോ? ഉണ്ട്. ദ്രോണാചാര്യരും അർജുനനും തമ്മിലുള്ള ഒരു താരതമ്യം ഇതിൽ പറയുന്നുണ്ട്. അശ്വത്ഥാമാവ് മരിച്ചെന്ന വാർത്ത കേട്ടപ്പോൾ മഹാനായ ദ്രോണാചാര്യർ എന്താണ് ചെയ്തത്? അദ്ദേഹം പൂർണ്ണമായും തളർന്നുപോയി, നിരാശനായി ആയുധം താഴെ വെച്ചു. കാരണം തന്റെ മകൻ മരിക്കില്ലെന്ന അതിയായ പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതെ, അദ്ദേഹം അത് പ്രതീക്ഷിച്ചതേയില്ല. എന്നാൽ മറുഭാഗത്ത് അർജുനനെ നോക്കുക. സ്വന്തം മകൻ അഭിമന്യു കൊല്ലപ്പെട്ടിട്ടും കൃഷ്ണന്റെ വാക്കുകൾ കേട്ട് അർജുനൻ ആ അവസ്ഥയിലും തളർന്നില്ല. കാരണം യുദ്ധഭൂമിയിൽ മരണവും വിജയവും ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണെന്ന് അർജുനൻ അറിയാമായിരുന്നു. എന്തിന്, സാക്ഷാൽ കൃഷ്ണനു പോലും സ്വന്തം ജീവിതത്തിൽ ശിശുബാലനിൽ നിന്ന് 100 തവണ അപമാനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് സ്രോതസ്സിൽ പറയുന്നത്. അതുകൊണ്ട് നല്ലതു മാത്രം പ്രതീക്ഷിക്കുന്നതിന് പകരം നല്ലതിനെയും ചീത്തയെയും ഒരേപോലെ നേരിടാനുള്ള ദ്വന്ദ്വ സഹിഷ്ണുതയാണ് വേണ്ടത്. ഈ ദ്വന്ദ്വ സഹിഷ്ണുതയെ കൂടാതെ മറ്റു ചില സഹിഷ്ണുതകളെക്കുറിച്ചുകൂടി അവർ പറയുന്നുണ്ടല്ലോ. അതെ, നമ്മൾ ശീലിക്കേണ്ട മറ്റു 3 പ്രധാന സഹിഷ്ണുതകൾ കൂടി ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തേത് വേഗസഹിഷ്ണുത ആണ്. വേഗസഹിഷ്ണുതയോ? വണ്ടികളുടെ സ്പീഡിനെക്കുറിച്ചാണോ? അല്ലല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വേഗങ്ങളെ, അതായത് ആന്തരിക വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചാണത്. കാമം, ക്രോധം, ലോഭം എന്നിവയെ ഈ സ്രോതസ്സിൽ വിശേഷിപ്പിക്കുന്നത് മനസ്സിന്റെ ഛർദി എന്നാണ്. മനസ്സിന്റെ ഛർദിയോ? അതെന്താ അങ്ങനെ പറയുന്നത്? നമുക്ക് ശാരീരികമായി ഛർദിക്കാൻ വരുമ്പോൾ എത്ര പിടിച്ചുവെച്ചാലും അത് പുറത്തേക്ക് വരില്ലേ? അതുപോലെ തന്നെയാണ് ഈ വികാരങ്ങളും. അത് കൃത്യമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാശമാണ് ഫലം. ഉദാഹരണത്തിന് രാവണനെ തന്നെ നോക്കുക. രാവണനില്ലാത്തതായി ഒന്നും ഉണ്ടായിരുന്നില്ല. വലിയ സമ്പത്ത്, വലിയ രാജ്യം, വലിയ പണ്ഡിതൻ. എന്നിട്ടും ആ കാമത്തെ, ആ ഒരു ആന്തരിക വേഗത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രം അയാൾക്ക് അവസാനം എല്ലാം നഷ്ടപ്പെട്ടു. അത് ശരിയാണ്. ആ വികാരങ്ങൾ മനസ്സിന്റെ ഛർദിയാണെന്ന പ്രയോഗം എന്നെ ശരിക്കും ചിന്തിപ്പിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ സഹിഷ്ണുത എന്താണ്? രണ്ടാമത്തേതാണ് പരോത്കർഷ സഹിഷ്ണുത. ഇത് ഇന്നത്തെ കാലത്ത് ഏറ്റവും അനിവാര്യമായ ഒന്നാണ്. മറ്റുള്ളവരുടെ വിജയം കണ്ട് സഹിക്കാനുള്ള കഴിവ്. ഓ, അത് പറയുന്നത്ര എളുപ്പമല്ലല്ലോ. നമ്മളിങ്ങനെ രാവും പകലും കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോൾ കൂടെ പഠിച്ചവൻ ഇൻസ്റ്റാഗ്രാമിൽ പുതിയ BMW കാറിന്റെ ഫോട്ടോ ഇട്ടാൽ ആർക്കായാലും ഉള്ളിലൊരു അസൂയ തോന്നില്ലേ? എങ്ങനെയാണ് ഈ അസൂയയെ നമുക്കില്ലാതാക്കാൻ കഴിയുക? അവിടെയാണ് ഈ സംഭാഷണത്തിൽ പറയുന്ന വളരെ രസകരമായൊരു സിദ്ധാന്തം വരുന്നത്. ജീവൻ, ഈശ്വരൻ, പ്രകൃതി എന്നീ 3 ഘടകങ്ങൾ ഉൾപ്പെടുന്ന ത്രികോണ സിദ്ധാന്തം അഥവാ ട്രയാങ്കിൾ തിയറി. നമ്മൾ വിചാരിക്കുന്നത് ഞാൻ അധ്വാനിക്കുന്നു, എനിക്ക് ഫലം കിട്ടുന്നു എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. നമ്മളൊരു കാര്യം ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തെ ഈശ്വരൻ നിരീക്ഷിക്കുന്നു.
തുടർന്ന് നമ്മുടെ മുൻജന്മ കർമ്മങ്ങളുടെ ക്രെഡിറ്റ് കൂടി പരിശോധിച്ച ശേഷം മാത്രമേ ഈശ്വരൻ പ്രകൃതിക്ക് അത് നടപ്പിലാക്കാൻ അനുമതി നൽകുന്നുള്ളൂ. വെയിറ്റ്. അപ്പോ എനിക്ക് ഫ്രീ വിൽ, അതായത് സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലെന്നാണോ പറയുന്നത്? എല്ലാം കർമ്മമാണെങ്കിൽ പിന്നെ ഞാൻ എന്തിന് കഷ്ടപ്പെട്ട് പണിയെടുക്കണം? വെറുതെ വീട്ടിലിരുന്നാ പോരെ? അങ്ങനെയല്ല അത് മനസ്സിലാക്കേണ്ടത്. ഇതിലൊരു ബാങ്ക് ലോൺ ഉദാഹരണം പറയുന്നുണ്ട്. താങ്കൾക്കൊരു ബാങ്ക് ലോൺ വേണമെന്ന് കരുതുക. ലോണിനായി അപേക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം അഥവാ ഫ്രീ വിൽ താങ്കൾക്കുണ്ട്. പക്ഷേ ബാങ്ക് മാനേജർ ഉടനെ പണം നൽകില്ല. അവർ താങ്കളുടെ പഴയ സിബിൽ സ്കോർ പരിശോധിക്കും. ആ സ്കോർ നല്ലതാണെങ്കിൽ മാത്രമേ ലോൺ പാസ്സാകൂ. ആഹാ, അപ്പോ അപേക്ഷയാണ് ആഗ്രഹം അല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതെ. സിബിൽ സ്കോറാണ് മുൻജന്മ കർമ്മം. ബാങ്ക് മാനേജറാണ് ഈശ്വരൻ. ലോൺ തരുന്ന ആ വലിയ സംവിധാനമാണ് പ്രകൃതി. എനിക്കെന്റെ വലതുകൈ ഒന്ന് മുകളിലേക്ക് ഉയർത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ പോലും അതിനു പിന്നിൽ ഈ വലിയൊരു പ്രവർത്തനമുണ്ട്. എന്റെ ആഗ്രഹം കർമ്മങ്ങളുടെ ക്രെഡിറ്റുമായി ഒത്തുചേരുകയും പ്രകൃതി അതിന് അനുമതി നൽകുകയും ചെയ്താൽ മാത്രമേ എനിക്കൊരു കൈ പോലും ഉയർത്താൻ കഴിയൂ. വാവ്! അപ്പൊ ഈ വലിയൊരു ചിത്രം മനസ്സിലാക്കുമ്പോൾ മറ്റൊരാളുടെ വിജയം വെറും ഭാഗ്യമല്ലെന്നും അതിനു പിന്നിൽ വലിയൊരു കർമ്മഫലത്തിന്റെ കണക്കുപുസ്തകമുണ്ടെന്നും നമ്മൾ തിരിച്ചറിയും. അപ്പൊ അസൂയ തോന്നില്ല. വളരെ മനോഹരം. ഇനി അവസാനത്തെ സഹിഷ്ണുത എന്താണ്? മൂന്നാമത്തെ സഹിഷ്ണുതയാണ് പരമത സഹിഷ്ണുത. അതായത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും ഇഷ്ടങ്ങളെയും ബഹുമാനിക്കാനുള്ള കഴിവ്. ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ രസകരമാകുന്നത്. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളെ അംഗീകരിക്കുക എന്നത് പല കുടുംബങ്ങളിലും വലിയ പ്രശ്നമാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ സ്മാർട്ട് ഫോണിന്റെ കാര്യമാണ്. സ്മാർട്ട് ഫോണോ? അതെന്താ അങ്ങനെ പറഞ്ഞത്? നമ്മൾ ഫോണിൽ ഏത് ബട്ടൺ അമർത്തിയാലും അത് നമ്മൾ പറയുന്നത് കേൾക്കും. താഴേക്ക് സ്ക്രോൾ ചെയ്താൽ സ്ക്രോളാകും. ഇങ്ങനെ ഗാഡ്ജറ്റുകൾ നമ്മുടെ കമാൻഡുകൾ കേൾക്കുന്നത് കണ്ട് ശീലിച്ചതുകൊണ്ട് മനുഷ്യരും നമ്മൾ ബട്ടൺ അമർത്തുമ്പോൾ പ്രവർത്തിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അവർക്ക് സ്വന്തമായി ഇഷ്ടങ്ങളുണ്ടെന്ന് നമ്മൾ മറന്നുപോകുന്നു. വളരെ കൃത്യമായ ഉപമയാണത്. ഗാഡ്ജറ്റുകൾ നിയന്ത്രിക്കപ്പെടാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. എന്നാൽ മനുഷ്യർ സ്നേഹിക്കപ്പെടാൻ വേണ്ടി ജനിച്ചവരാണ്. മനുഷ്യരെ നമ്മുടെ വരുതിയിൽ നിർത്താനോ നിയന്ത്രിക്കാനോ ശ്രമിക്കുന്നിടത്താണ് ബന്ധങ്ങൾ തകരുന്നത്. ഇതിന് രാമായണത്തിൽ വളരെ സുന്ദരമായ ഒരു ഉദാഹരണമുണ്ട്. സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയ ശേഷം യുദ്ധം ചെയ്യുന്നതിനു മുൻപ് സീതയുടെ സ്വന്തം ഇഷ്ടം എന്താണെന്നറിയാൻ ശ്രീരാമൻ ഹനുമാനെ ലങ്കയിലേക്ക് അയക്കുന്നുണ്ട്. ഓ, സീതയ്ക്ക് തിരികെ വരാൻ ആഗ്രഹമുണ്ടോ എന്നറിയാൻ? അതെ, അവരുടെ ഫ്രീ വിൽ എന്താണ് എന്ന് മനസ്സിലാക്കാൻ. സീതയുടെ സമ്മതമില്ലാതെ അവരെ ബലമായി തിരികെ കൊണ്ടുവരാൻ ശ്രീരാമൻ ആഗ്രഹിച്ചില്ല. അതുപോലെ മഹാഭാരതത്തിൽ പാണ്ഡവർക്കിടയിലുള്ള ബന്ധവും നമ്മൾ പഠിക്കേണ്ടതാണ്. 5 പേർക്കും പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അതിനെ നമുക്ക് മത്ഭേദ് എന്ന് വിളിക്കാം. എന്നാൽ അവർക്കിടയിൽ ഒരിക്കലും മനസ്സുകൾ തമ്മിൽ അകൽച്ചയോ ഭിന്നതയോ ഉണ്ടായിരുന്നില്ല. അതായത് അവർക്കിടയിൽ മൻഭേദില്ലായിരുന്നു. പരമത സഹിഷ്ണുതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. അത് കലക്കി. മത്ഭേദുണ്ടായാലും മൻഭേദുണ്ടാകരുതെന്നത് വലിയൊരു ചിന്തയാണ്. കുടുംബത്തിലും ഓഫീസിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. പക്ഷെ അത് മനസ്സുകൾ തമ്മിലുള്ള അകൽച്ചയായി മാറാൻ പാടില്ല. ശരി, നമ്മൾ ഇന്നത്തെ ഈ വിശകലനത്തിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, മാറ്റങ്ങളോടുള്ള, പ്രത്യേകിച്ച് മാറുന്ന ഐഡന്റിറ്റികളെക്കുറിച്ചുള്ള ഭയമാണ് നമ്മുടെ പ്രശ്നമെന്ന് നമ്മൾ കണ്ടു. എല്ലാം നല്ലതേ വരൂ എന്ന ടോക്സിക് പോസിറ്റിവിറ്റിക്ക് പകരം ലാഭനഷ്ടങ്ങളെ ഒരു ബോക്സറെ പോലെ നേരിടാൻ പഠിച്ചു. അതെ, ഒപ്പം മറ്റുള്ളവരുടെ വിജയത്തെയും അഭിപ്രായങ്ങളെയും ബഹുമാനിക്കാനും നമ്മൾ മനസ്സിലാക്കി. ഈ അറിവുകൾ വെറുമൊരു കേൾവിയിലൂടെ തീർക്കേണ്ട ഒന്നല്ല. ഇതൊരു മരുന്നുപോലെ കൃത്യമായ അളവിൽ ദിവസവും ശീലിക്കേണ്ട ഒന്നാണ്. സ്വന്തം നിയന്ത്രണത്തിലില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വേവലാതിപ്പെടുന്നതിന് പകരം നമ്മുടെ പ്രതികരണങ്ങളെ നിയന്ത്രിക്കാൻ നമ്മൾ പഠിക്കണം. തീർച്ചയായും. ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടാണ് പറയുന്നത്, ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ ഓഫീസിലേക്ക് പോകുമ്പോഴുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കുടുംബത്തിലെ പ്രശ്നങ്ങളോ ആകട്ടെ, ഈയൊരു ചർച്ച നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രായോഗികമാണെന്ന് ആലോചിച്ചു നോക്കൂ. പ്രതീക്ഷകളുടെ ഭാരം കുറച്ചാൽ തന്നെ പാതി പ്രശ്നങ്ങൾ ഇല്ലാതാകും. 100% ശരിയാണ്. അപ്പോ നമ്മൾ ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളെ ചിന്തിപ്പിക്കാൻ പോന്ന ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. നമ്മൾ നേരത്തെ സംസാരിച്ച ആ കൈ ഉയർത്തുന്ന ഉദാഹരണം ഒന്നുകൂടി ഓർക്കുക. നമ്മുടെ സ്വന്തം കൈയൊന്നുയർത്താൻ പോലും പ്രപഞ്ചത്തിന്റെ അനുമതിയും മുൻജന്മ കർമ്മങ്ങളുടെ ക്രെഡിറ്റും ആവശ്യമാണെങ്കിൽ
നമ്മുടെ യാതൊരു നിയന്ത്രണത്തിലുമില്ലാത്ത ഭാവി കാര്യങ്ങളെക്കുറിച്ചോർത്ത് നമ്മൾ എന്തിനാണ് ദിവസവും ഉറക്കമൊഴിഞ്ഞ് ഇത്രയധികം ഉത്കണ്ഠപ്പെടുന്നത്? എല്ലാം പെർഫെക്റ്റ് ആകണമെന്ന് വാശി പിടിക്കുന്നത് നമ്മളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ ചിന്തയിൽ ഇന്നത്തെ ഈ ഗഹനമായ ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം.